നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ലാ യതമസ്സലു ശൈത്താനു ബി. ആരെങ്കിലും ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാള് എന്നെ തന്നെയാണ് കണ്ടത്. ലാ യതമസ്സലു ശൈത്താനു ബി, ശൈത്താൻ ഒരിക്കലും എന്റെ രൂപം പ്രാപിച്ച് സ്വപ്നത്തിൽ വരാൻ സാധ്യമല്ല. മറ്റൊരു ഹദീസുണ്ട്, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ പിന്നീട് ഉണർച്ചയിൽ എന്നെ കാണും. സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ സ്വപ്നം അത് അർത്ഥവത്തായതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിനോട് പറയുവാണ്, വാപ്പാ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. മഹാനവറുകൾ മോനോട് പറഞ്ഞു, قال يا بني لا تقصص رؤياك قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. മോനെ, നീ ഇത് നിന്റെ സഹോദരങ്ങളോട് പറയരുത്. പിശാച് അവൻ മനുഷ്യന്റെ കഠിന ശത്രുവാണ്. നിന്റെ സഹോദരങ്ങളെ പിശാച് വഞ്ചിക്കുകയും അവർ നിന്നെ വഞ്ചിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, സ്വപ്നം അത് അർത്ഥവത്തായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവാചക ലബ്ധിയെ സംബന്ധിച്ചുള്ള സ്വപ്നമായിരുന്നു അത്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടാകും. സ്വാലിഹീങ്ങളായ ആളുകളുടെ സ്വപ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു സ്വപ്നമുണ്ട്. അത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള സ്വപ്നമാണ്. ഒരു മഹാനായ ഗുരു ഉണ്ടായിരുന്നു. അവിടുന്ന് നിത്യേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നയാളായിരുന്നു. പക്ഷെ ഈ വിവരം അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാൾ അറിഞ്ഞു. ആ ശിഷ്യൻ പോയിട്ട് പറഞ്ഞു, ഞാന് ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാം. ഗുരുവേ, അവിടുന്ന് എനിക്ക് നടപ്പാക്കി തരണം. അലിംതു അന്നക തറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റുയാക്. നിങ്ങൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു എന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ചു, മാലാ തുരീദു മിന്നി യാ ബുനയ്യ, എന്താണ് മോനെ നീ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ശിഷ്യൻ പറഞ്ഞു, അല്ലിംനി കൈഫ അറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്ന് എനിക്ക് പറഞ്ഞു തരാമോ? എനിക്ക് പഠിപ്പിച്ചു തരാമോ? ഗുരുവിന്റെ മുന്നിൽ വന്ന് യാചനയുടെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്ന ശിഷ്യന്റെ അഭ്യർത്ഥന കേട്ട ഗുരു പറഞ്ഞു, മോനെ, നീ ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരണം. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ രാപാർക്കാം. ശിഷ്യൻ വന്നു. ഉസ്താദ് ശിഷ്യനെ സൽക്കരിച്ചു. വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ധാരാളം നിർബന്ധിച്ച് കഴിപ്പിച്ചു. പക്ഷേ ആഹാരത്തിന് ഉപ്പ് ധാരാളമായിട്ടുണ്ടായിരുന്നു. ശിഷ്യൻ എത്ര ആവശ്യപ്പെട്ടിട്ടും വെള്ളം കൊടുത്തില്ല. വെള്ളം നിനക്ക് പിന്നീട് തരാമെന്ന് പറഞ്ഞു. ശിഷ്യൻ ധാരാളമായി ഭക്ഷണം കഴിച്ചു. വെള്ളം കുടിക്കാതെ ആ ശിഷ്യൻ കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കാരത്തിന് ശിഷ്യൻ എഴുന്നേറ്റപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, മോനെ, ഇന്നലെ രാത്രിയിൽ നീ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടത്? ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ, റഅയ്തു അംതാറാ വഅൻഹാറൻ തജ്രി വഅബ്ഹാറാ. ഞാൻ മഴ പെയ്യുന്നത് സ്വപ്നം കണ്ടു, പുഴ ഒഴുകുന്നത് സ്വപ്നം കണ്ടു, സമുദ്രം തിരതല്ലുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഇത് കേട്ടപ്പോഴത്തേക്കും ഉസ്താദ് പറയുകയാണ്, സ്വദഖത നിയതുക വസദഖത റുയാക. നിന്റെ നിയ്യത്ത് നല്ലതായിരുന്നു, സത്യസന്ധമായിരുന്നു. അതുകൊണ്ട് നിന്റെ സ്വപ്നവും സത്യസന്ധമായി മോനെ. എന്താണ് ഉസ്താദ് പറഞ്ഞത്? നിനക്ക് രൂക്ഷമായ ദാഹമുണ്ടായിരുന്നു. അപ്പോൾ നീ ജലം സ്വപ്നം കണ്ടില്ലയോ? നിന്റെ ഉള്ളിലെ പ്രണയം സത്യമായാൽ, നിനക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ദാഹം നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഉണ്ടായാൽ, തീർച്ചയായും നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്വപ്നം കാണും. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള പോംവഴി എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തന്നു.
അടങ്ങാത്ത അഭിനിവേശമാണ് വേണ്ടത്, അടങ്ങാത്ത ദാഹമാണ് വേണ്ടത്. മദീനയിലെ രാജാവിനെ കാണണമെന്നുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് വേണ്ടത്. ഹൃദയത്തിന്റെ അകത്തളത്തിൽ തീരാത്ത മോഹവുമായി, തീരാത്ത ദാഹവുമായി മദീനയിലെ രാജകുമാരനെ പ്രമയാർദ്രമായ ഹൃദയം കൊണ്ട് നീ അതിയായി ആഗ്രഹിച്ചാൽ, നീ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നിന്റെ അടുക്കലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമെന്ന് ഉസ്താദ് തന്റെ ശിഷ്യനെ പഠിപ്പിക്കുകയാണ്. ഒരാൾ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. ആരാണ് സ്വപ്നം കണ്ടയാൾ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരെയാണ് സ്വപ്നം കണ്ടത്? എന്താണ് സ്വപ്നം കണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് മദീന പള്ളിയുടെ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു വൃദ്ധയായ മാതാവ് അവരുടെ കയ്യിൽ ഒരു കൊട്ട നിറയെ കാരക്കയുമായി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ വിളവെടുപ്പ് നടത്തിയാൽ ആദ്യം പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന പതിവുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, കേരളത്തിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, വാഴക്കുല, മരച്ചീനി, അതുപോലുള്ള കാർഷിക വിളകളൊക്കെ പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ അത് ഉണ്ടായതാണ്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാർഷിക വിളകൾ മേടിച്ച് അവിടുന്ന് കഴിക്കുകയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും സ്വഹാബത്തിന് വിതരണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കർഷകരായ ആളുകളിൽ വലിയ ബറക്കത്ത് പ്രതീക്ഷിച്ചിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു കൊട്ടയിൽ കാരക്കയുമായ ഒരു മാതാവ് നിൽക്കുകയാണ്. ആ കാരക്ക മേടിച്ച് നേരെ മദീനത്തെ പള്ളിയുടെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയി. ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊരു കാരക്ക എടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ കാരക്ക നല്ല മധുരമുള്ള കാരക്കയാണ്. ആ ഈത്തപ്പഴം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിച്ചു തീർന്നപ്പോൾ മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കാരക്ക കൂടി തരുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് രണ്ടാമതൊന്നും കൊടുത്തില്ല. ഞെട്ടി ഉണർന്നു പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ഇതൊരു സ്വപ്നമായിരുന്നല്ലോ അല്ലാ, ഇത് യാഥാർത്ഥ്യമായില്ലല്ലോ അല്ലാ. ഞാൻ യാഥാർത്ഥ്യമാണെന്ന് കരുതിയതാണ്, പക്ഷേ ഇതൊരു സ്വപ്നമായിരുന്നുവല്ലോ പടച്ചവനെ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണരുകയാണ്. ആ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കേൾക്കുകയാണ്. സുബഹി നിസ്കാരത്തിന് മദീനയിലെ പള്ളിയിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോകുകയാണ്. ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുന്നത്, നേതൃത്വം നൽകുന്നത് അന്നത്തെ ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് ജമാഅത്തായി സുബഹി നിസ്കരിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഒരു കൊട്ടയിൽ കാരക്കയുമായ ഒരു വൃദ്ധയായ മാതാവ് കാത്തു നിൽക്കുകയാണ്. ഓ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, ഈ കാരക്ക കൊണ്ടുപോയി ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്കും ആ പള്ളിയിലും വിതരണം ചെയ്യുമോ? ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കാരക്ക മേടിച്ചു മാതാവിന്റെ കയ്യിൽ നിന്നും മദീനയിലെ പള്ളിയുടെ അകത്തളത്തിലേക്ക് ആ കാരക്ക കൊണ്ടുപോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് കാരക്കയുടെ തളിക വെച്ചപ്പോൾ അതിൽ നിന്നൊരു കാരക്ക എടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. സഹോദരങ്ങളെ, നല്ല മധുരമുള്ള കാരക്ക. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ചോദിച്ചു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, രണ്ടാമതൊരു കാരക്ക കൂടി എനിക്ക് തരുമോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല അലിയേ, നിങ്ങൾക്ക് ഇന്നലെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാരക്കയല്ലേ തന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാമതൊരു കാരക്ക നിങ്ങൾക്ക് തരിക എന്ന്? ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ട സ്വപ്നം ആരോടും പറഞ്ഞിരുന്നില്ല, ഒരു മനുഷ്യനും അറിഞ്ഞിരുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാതെ അറിയുകയാണ്. ഇത് ആത്മാവിന്റെ ലോകമാണ്, ഇത് മഹബ്ബത്തിന്റെ ലോകമാണ്. ഇത് മനസ്സിലാക്കുന്നവർ ആത്മീയതയുള്ളവരാണ്, ആത്മാവുള്ളവരാണ്, മഹബ്ബത്തുള്ളവരാണ്. സ്വാലിഹീങ്ങളായ ആളുകൾ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ്. സ്വാലിഹീങ്ങളുടെ ഉറക്കവും ഉണർച്ചകളാണ്. ആ ഉണർച്ചകളിൽ അവർ ആത്മാവിന്റെ ലോകത്ത് അർത്ഥമുള്ള കാഴ്ചകൾ കാണുകയാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുകയാണ്. നമ്മൾ ഇപ്പോഴും ജീവിതത്തിൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്.
ആ ഉണർച്ചയിലും നമ്മൾ ദുനിയാവിന്റെ മതിഭ്രമതകളിൽ മതോന്മത്തരായി, ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ മതോന്മത്തരായി, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് പിന്നാലെ മതിമറന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അർത്ഥത്തെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് നേരമില്ലാത്ത വിധം നമ്മൾ ഉറങ്ങി നിദ്രയിൽപ്പെട്ട് നിദ്രയുടെ ആളുകളായി അതപ്പതിച്ചു പോയിരിക്കുകയാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയല്ല. അവരവരുടെ ഉറക്കിലും ആത്മാവിന്റെ ലോകത്ത് വിസ്മയങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും സ്വാലിഹീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് സഹോദരങ്ങളെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഉലമാക്കളും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവരായിരുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ, അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ട മഹാനാണ് സയ്യിദന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അവിടുന്ന് മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. എന്താണ് മഹാനവറുകൾ കണ്ട സ്വപ്നം? ഒരു രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊന്നിച്ച് കിടന്നുറങ്ങുകയാണ്. انتبه عمر بن عبد العزيز ليلة فقال لقد رأيت رؤيا. അവിടുത്തെ ഭാര്യ ആരാണ്? ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളായ ഫാത്തിമ എന്ന രാജ്ഞിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വലിയ സാമ്പത്തികമായ മടിത്തട്ടിൽ മയങ്ങിയിരുന്നയാളാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചയാളാണ്. പക്ഷെ അവിടുന്ന് അധികാരം കിട്ടിയപ്പോൾ പട്ടുമെത്തകളെ വിടാ, പരവതാനികളെ വിടാ, കൊട്ടാരങ്ങളെ വിടാ, ആഡംബരങ്ങളെ വിടാ, സുഖസൗകര്യങ്ങളെ വിടാ, കീറപ്പായയിൽ കിടന്നുറങ്ങിയ ചക്രവർത്തിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. നമ്മൾ പാട്ടുകളിൽ കേൾക്കാറുള്ള ഉണ്ട് സഖീ ഒരു കുലമുന്തിരി, ഉണ്ടോ സഖീ ഒരു കുലമുന്തിരി, വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. എന്റെ ഹൃദയം മുന്തിരി തിന്നാൻ ആശിക്കുന്നു, എന്റെ കയ്യിൽ അത് മേടിച്ച് തിന്നാനുള്ള പണമില്ല പ്രിയേ, നിന്റെ കയ്യിൽ വല്ല ക്യാഷുമുണ്ടോ എന്ന് ഭാര്യയോട് ചോദിക്കുന്നൊരു രാജാവിന്റെ ചരിത്രം ലോകത്തിലൊന്നേ കാണുള്ളൂ. അതാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അധികാരം കിട്ടിയപ്പോൾ കീറപ്പായിൽ കിടന്നുറങ്ങി മാതൃകായോഗ്യനായി ജീവിച്ച മഹാത്യാഗിയും യോഗിയുമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അവിടുന്നാണ് സ്വപ്നം കാണുന്നത്. എന്താണ് സ്വപ്നം കണ്ടത്? ഫഖുൽതു, ഞാൻ ചോദിച്ചു. ഭാര്യ പറയുകയാണ്, ജഅൽതു ഫിദാക് ഫഖ്ബിർനി ബിഹാ, ഞാൻ എന്റെ എല്ലാം അവിടുത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു പ്രിയതമാ, അവിടുന്ന് കണ്ട സ്വപ്നമെന്ന് എനിക്ക് പറഞ്ഞു തരാമോ? അവിടുന്ന് പറഞ്ഞു, റഅയ്തുക അന്നി റുഫിഅതു ഇലാ അർദിൻ ഹദറാഇൻ വാസിഅ, ഒരു പ്രവിശാലമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. ഞാൻ ഒരു പ്രവിശാലമായ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. അവിടെ ഒരു വലിയ കൊട്ടാരം കാണുന്നു, ഒരു മനോഹരമായ വെള്ളക്കൊട്ടാരം. ആ വെള്ളക്കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഐന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഐന റസൂലുള്ളാഹ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ? അയാൾ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കൊട്ടാരത്തിന്റെ മനോഹരമായ സൗന്ദര്യത്തിൽ മതിഭ്രമത പിടിച്ച് ഞാനിരിക്കുന്നു. എന്റെ മുന്നിലൂടെ അതാ പ്രകാശമുള്ള മുഖവുമായി ഇത് അക്ബര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ദഖല ദാലികൽ ഖസർ, ആ കൊട്ടാരത്തിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന് പ്രവേശിച്ചു. അതാ വീണ്ടും അയാൾ വിളിച്ചു ചോദിക്കുകയാണ്, ഐന അബൂബക്കർ സിദ്ദീഖ്, ഐന ഇബ്നു ഖുഹാഫ, ഖുഹാഫയുടെ മകനായ അബൂബക്കർ സിദ്ദീഖ് എവിടെ? ഇത് അക്ബല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ ദഖല ദാലികൽ ഖസർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. വീണ്ടും അയാൾ വിളിച്ചു ചോദിച്ചു, ഐന ഉമർ ഇബ്നുൽ ഖത്താബ്, ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സഹോദരങ്ങളെ, അപ്പോൾ ആ രണ്ട് സ്വഹാബിമാരും ആ വെള്ളക്കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് കയറി വന്നു. പിന്നീട് വിളിക്കുകയാണ്, ഐന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഖുലഫാക്കളെയും വിളിച്ച കൊട്ടാരത്തിലേക്ക് ഞാനും ക്ഷണിക്കപ്പെടുകയാണ്. ഞാൻ ഫഖുംതു ഹത്താ ദഖൽതു ദാലികൽ ഖസർ, ഞാൻ അങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് എഴുന്നേറ്റ് പ്രവേശിച്ചു. വൽ ഖൗമു ഹൗലഹു, അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നു. അവിടുത്തെ ചുറ്റും സ്വഹാബത്ത് ഇരിക്കുന്നു. ബൈനി വ ബൈന നഫ്സി ഐന അജ്ലിസു, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആത്മഗതം ചെയ്തു, ഞാൻ എവിടെയാണ് ഇരിക്കുക എന്ന്. ഫജലസ്തു ഇലാ ജംബി അബി,
ഞാനങ്ങനെ എന്റെ വല്ലിപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് പോയിരുന്നു. فنظرت إذا أبو بكر عن يمين النبي صلى الله عليه وسلم وإذا عمر عن يساره. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്തും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വലതുഭാഗത്തും ഇരിക്കുകയാണ്. അവർക്കിടയിലതാ ഒരു മനുഷ്യനെ കൂടി ഞാൻ കാണുകയാണ്. മൻ ഹാദ റജുൽ അല്ലദീ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഇടയ്ക്ക് ഒരാൾ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാണിയാൾ? അന്നേരത്ത് പറയപ്പെട്ടു, ഹാദാ ഈസ ഇബ്നു മറിയം, ഇത് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഒരു മഹിതമായ സംഗമത്തിൽ വെച്ച് എന്നോട് പറയപ്പെട്ടു, തമസ്സക് ബിഹാ അൻത അലൈഹി വസ്ബിത് അലാ മാ അൻത അലൈഹി. ഓ ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളുടെ മേൽ ഉറച്ചു നിൽക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭരണചിട്ടകളിൽ മാറ്റമില്ലാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് പുറത്തു പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു. വഹുവ ഖാരിജുൻ മിൻ ദാലിക്കൽ ഖസർ. ഞാനങ്ങനെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരാൾ അവിടെ നിൽക്കുന്നു, എന്നോടൊപ്പം പുറത്തേക്ക് വരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. യഖൂൽ, അവിടുന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്, അൽഹംദുലില്ലാഹില്ലദീ നസറനി, എന്നെ സഹായിച്ച പടച്ചവനെ നിനക്കൊരായിരം സ്തുതികീർത്തനങ്ങൾ. ഒപ്പം അതാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും വരുന്നു. അവിടുന്ന് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഗഫറലി, എനിക്ക് പുറത്തു തന്ന പടച്ചവനെ നിനക്കൊരായിരം സ്തുതികീർത്തനങ്ങൾ. സഹോദരങ്ങളെ, ഇത് അൽ ബിദായത്തു വൻ നിഹായയിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ആളുകൾ സ്വപ്നം കാണുന്നു, അവരുടെ ഉറക്കിലാണത് കാണുന്നത്. നമ്മൾ നമ്മുടെ ഉണർവിൽ പോലും ഉണർന്നിരിക്കുന്നില്ല. മഹാന്മാർ അവരുടെ ഉണർച്ചകളാക്കി ജീവിപ്പിച്ചപ്പോൾ അവരുടെ ഉറക്കങ്ങളും ഉണർച്ചകളായി. ആ ഉറക്കങ്ങളിൽ അവർ ഉണർച്ചയുള്ള മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ വെച്ചാണ്. ഈജിപ്തിൽ ഞാൻ ഈ നിൽക്കുന്ന നാട്ടിൽ മഹദിയായ നഫീസ ഉമ്മ മറപ്പെട്ട് കിടക്കുന്ന നാടാണ്. ആരാണ് സയ്യിദത്തുനാ ബീവി നഫീസ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അവിടുത്തെ ഖബറിന്റെ ചാരത്ത് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നഫീസ ഉമ്മ മിസ്രിൽ വെച്ചാണ് മരണപ്പെട്ടത്. ജനങ്ങളെല്ലാവരും വന്നു. നഫീസ ഉമ്മാന്റെ ജനാസ മിസ്രിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അവിടുത്തെ ഭർത്താവായ ഇസ്ഹാഖ് അൽ മുഅ്തമിൻ എന്നവർ പറഞ്ഞു, മദീനക്കാരിയാണ്, മദീനയിലേക്ക് ഈ ജനാസ എനിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരായ മിസ്റുകാർ ഓടി വന്നു, കൊണ്ടുപോകല്ലേ തങ്ങളെ, നഫീസ ഉമ്മാനെ കൊണ്ടുപോകല്ലേ തങ്ങളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നേക്കാം, നഫീസ ഉമ്മാനെ കൊണ്ടുപോകല്ലേ തങ്ങളെ. ജനങ്ങൾ അവരുടെ വീടുകളിൽ അകത്തളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പണക്കെട്ടുകൾ എടുത്തുകൊണ്ടുവന്നു, സ്വർണവും വെള്ളിയും ആഭരണങ്ങളും കൊണ്ടുവന്നു. ഇസ്ഹാഖ് അൽ മുഅ്തമിൻ എന്നവരുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സ്വർണവും പണവും എല്ലാം കുന്നുകൂട്ടി വെച്ചു. നഫീസ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, നഫീസ ഉമ്മാനെ ഈ മിസ്രിൽ അടക്കം ചെയ്യണേ എന്ന് ഈ ജനങ്ങൾ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞു. ഇസ്ഹാഖ് അൽ മുഅ്തമിൻ എന്നവർ അവരുടെ തീരുമാനത്തിന് കടുകിട പിന്നോട്ട് പോയില്ല, കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അന്ന് രാത്രിയായപ്പോൾ അതാ സ്വപ്നത്തിൽ വരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇസ്ഹാഖ്, ബീവി നഫീസയെ ഈ നാട്ടിൽ തന്നെയാണ് അടക്കം ചെയ്യേണ്ടത്. അങ്ങനെ നിർദ്ദേശം കിട്ടിയപ്പോഴാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ഈ നാട്ടിൽ അടക്കം ചെയ്തത്. അല്ലാഹു മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബുകൾ നന്നാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ.